എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്, മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് അടിസ്ഥാനപരമായി സംഗീതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സപ്തസ്വരങ്ങൾ, സംഗീതത്തിൻ്റെ പേര്, സപ്തസ്വരങ്ങൾ, ആരോഹണം, അവരോഹണം, ആദിതാളം. അപ്പം നിങ്ങളെല്ലാവരും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഫോളോ ചെയ്യുന്നവർ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞു തരുന്ന ആൾക്ക് ഒരു 25% ജോലിയേ ഉള്ളൂ. ബാക്കി നമ്മൾ പഠിക്കുന്നവരാണ് നമ്മൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടത്, അധ്വാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മളിത് ഒരു പക്ക ക്ലാസ്സാണ് എടുക്കുന്നത്. നമ്മൾ പുറത്ത് നല്ല ഫീസ് വാങ്ങിച്ചെടുക്കുന്ന ക്ലാസ് അതേപടി യാതൊരു വ്യത്യാസമില്ലാതെ നമ്മൾ കോളേജിൽ പഠിച്ച പോലെ തന്നെയാണ്, ആ സെയിം പാറ്റേണിലാണ്, ഒരു ഡൈവേർഷനും ഇല്ലാതാണ്, കൃത്യമായിട്ടൊരു ഫോളോ അപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു സിൻസിയറിറ്റി കാണിക്കുക ക്ലാസ്സിനോടും നിങ്ങളുടെ പ്രാക്ടീസിനോടും. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സപ്തസ്വരങ്ങൾ, ആദിതാളം. ഒന്ന് പാടി തുടങ്ങാം. ഇങ്ങനെയാണ് നമ്മൾ 4 കാലങ്ങൾ സപ്തസ്വരങ്ങളെ 4 സ്പീഡിൽ മാറ്റി മാറ്റി പാടുക. അത് നമുക്ക് എങ്ങനെ താളമടിച്ച് പാടാം എന്നാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന താളം, കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന താളം ആദിതാളമാണ്. ആദ്യം പഠിക്കുന്ന താളം ആദിതാളമാണ്. അത് നമ്മൾ എങ്ങനെ അടിക്കാൻ പഠിച്ചു? അടി, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, അടി, വീച്ച്, അടി, വീച്ച്, 8 ബീറ്റ് ടോട്ടൽ. അപ്പം ആ സപ്തസ്വരങ്ങളുടെ ട്യൂണ്, ആ സ്വരസ്ഥാനങ്ങൾ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ സപ്തസ്വരങ്ങളെ താളത്തിൻ്റെ കൂടെ പാടുക എന്നുള്ളതാണ്. അതിലാദ്യം നമ്മൾ പാടുന്നത് 1-ാം കാലം, ആദ്യത്തെ സ്പീഡ്, ഫസ്റ്റ് സ്പീഡ്. 1-ാം കാലം എന്ന് പറഞ്ഞാൽ താളത്തിൻ്റെ ഓരോ അടിയിലും അല്ലെങ്കിൽ ഓരോ ഫിംഗറിലും ഓരോ വീച്ചിലും താളത്തിൻ്റെ ഓരോ ബീറ്റിലും ഓരോ സ്വരം വീതം പാടിപ്പോവുക. സാ, രീ, ഗ, മാ, പാ, ധ, നീ, സ. ആരോഹണമായി. അപ്പോൾ ഒരു താളം കഴിഞ്ഞപ്പം ആരോഹണമായി.
ഇനി അതിനെ അവരോഹണം തിരിച്ച് ബാക്കിലേക്ക് പാടണം. അടുത്ത താളം സാ നീ ധ പ മാ ഗ രി സ. മനസ്സിലായോ? അപ്പം താളത്തിന്റെ ഓരോ അടിക്കും ഓരോ സ്വരങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്വരം പാടുന്ന മെത്തേഡിനാണ് നമ്മൾ ഒന്നാം കാലം എന്ന് പറയുക. അപ്പൊ എന്താണ് ഒന്നാം കാലം എന്ന് ചോദിച്ചാൽ, ഒരടിക്ക് ഒരു സ്വരം, താളത്തിന്റെ ഓരോ അടിക്കും അല്ലെങ്കിൽ ഓരോ ബീറ്റിനും ഓരോ സ്വരങ്ങൾ പാടുന്ന മെത്തേഡിനാണ് നമ്മൾ ഒന്നാം കാലം എന്ന് പറയുക. അതാണ് ഇപ്പൊ സാർ പറഞ്ഞു കേൾപ്പിച്ചത്. സാ രീ ഗ മാ പ ധ നീ സ. പാടുന്നത് സാ രീ ഗ മാ പ ധ നീ സ സാ നീ ധ പ മാ ഗ രി സ. ഒന്നുകൂടി സാ രി ഗ മാ പ ധ നീ സ സാ നീ ധ പ മാ ഗ രി സ. അപ്പൊ താളത്തിന്റെ ഓരോ ബീറ്റിലും ഓരോ സ്വരങ്ങൾ വളരെ സ്ലോയില്. അപ്പൊ ഒന്നാം കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ലോയിലാണ്. ഒന്നാം കാലത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ സ്ലോയിൽ പാടുക. ഇനി രണ്ടാം കാലത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ ഒന്നാം കാലം പാടിയതിന്റെ ഇരട്ടി സ്പീഡിൽ പാടുക. 1 1 2 2 സ്വരം വരും. ഇനി മൂന്നാം കാലം എന്ന് പറയുമ്പോൾ ഒരടിക്ക് രണ്ടാം കാലത്തിനേക്കാൾ അതിന്റെ ഇരട്ടി 4 സ്വരം. 1 2 3 4 4 സ്വരം. ഒന്നാം കാലം 1 1 1 1 ഇങ്ങനെ പോകും. രണ്ടാം കാലം ആകുമ്പം 1 2 1 2 1 2 1 2 2 2 വരും. അപ്പം കുറച്ച് സ്പീഡ് കൂടും. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാം കാലം താളം അടിച്ച് നല്ല വൃത്തിയായിട്ട് താളവും ആ സ്വരസ്ഥാനവും ട്യൂണും നല്ലതുപോലെ പക്കയായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാം കാലത്തിലേക്ക് പാടാൻ പറ്റുള്ളൂ. കാരണം ഇത് ബേസിക് ആയതുകൊണ്ട്, വീണ്ടും പറയുകയാണ്, ബേസിക് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ബേസിക് പഠിക്കുമ്പോഴാണ്. എന്ത് കാര്യം അങ്ങനെയാണല്ലോ. അതിന്റെ ഫൗണ്ടേഷനാണ് പ്രധാനം. ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ച് മുകളിലേക്ക് നമുക്ക് കെട്ടി പോവാം. ഫൗണ്ടേഷൻ വീക്കായാൽ ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. കാരണം ഫൗണ്ടേഷന്റെ നിങ്ങൾ എത്ര ഗ്രിപ്പുണ്ടോ, നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ, എത്ര സ്ട്രോങ് ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പഠിച്ച് പോവാം. പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പൊ ആ ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴും വളരെ ആധികാരികമായി വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഫൗണ്ടേഷൻ. ബാക്കി കീർത്തനങ്ങൾ പാടുന്നത്, മറ്റ് ഭജൻസ് പാടുന്നത്, ഗസൽ പാടുന്നത്, സിനിമ പാട്ട് പാടുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പാടുന്ന ഒരാൾക്ക് ഇത് കേട്ടാലും നമുക്ക് പാടാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ശാസ്ത്രീയമായിട്ട് തന്നെ അത് പ്രയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ തറവാക്കി ഫൗണ്ടേഷനോടുകൂടി തന്നെ പഠിച്ചു പോകണം. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം ഒന്നുകൂടെ പറയാം.
നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞെല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്കൂടെ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന മ്യൂസിക്കിന്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കർണാടക സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്. ഈ കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന സ്വരങ്ങൾ 7 അതിനാണ് നമ്മൾ സപ്തസ്വരങ്ങൾ. സപ്തം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 7 എന്നാണല്ലോ. അപ്പോൾ സപ്തസ്വരങ്ങൾ, 7 സ്വരങ്ങൾ, സപ്തവർണ്ണങ്ങൾ, 7 വർണ്ണങ്ങൾ, 7 കളറുകൾ എന്ന് പറഞ്ഞ പോലെ സപ്തസ്വരങ്ങൾ ഏതൊക്കെയാ? സ, രി, ഗ, മ, പ, ധ, നീ. നമ്മൾ പാടുമ്പോൾ മാത്രം ഒരു സാ കൂടി പാടും. സരി ഗ മ പ ധ നി സാ സനി ധ പ മ ഗ രി സാ. അതിന്റെ കാരണം പറഞ്ഞു, ആദ്യ താളം 8 അക്ഷരമാണ്, 8 ബീറ്റാണ്. ഈ 8 ബീറ്റിന്റെ കൂടെ ഇത് ക്ലബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു സാ കൂടെ പാടി അതിനെ ഒന്നിച്ച് പാടിയത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഈ കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസർ. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കർണാടക സംഗീതത്തിന്റെ ഈ പദ്ധതി, ഒരു പ്ലാൻ. ഇന്ന് നമ്മൾ പാടുന്ന ഈ പഠിക്കുന്ന ഇതിനൊരു കൃത്യമായൊരു സിലബസ് ഉണ്ട്. ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പ്രധാനം ഒരു സംഗീതം മെയിൻ വിഷയമായിട്ട് പഠിക്കുന്നവർക്കറിയാം. പഠിക്കുമ്പോൾ ഇതിന് കൃത്യമായൊരു പാറ്റേൺ, നമുക്ക് തോന്നിയ പോലെ അവിടെ നിന്ന് ഇവിടുന്ന് പഠിക്കാൻ പറ്റില്ല. കൃത്യമായ സപ്തസ്വരങ്ങൾ നമ്മൾ തുടങ്ങി, മായാമോള രാഗത്തിൽ ആദ്യ താളത്തിൽ തുടങ്ങി സപ്തസ്വരങ്ങളുടെ 4 സ്പീഡുകൾ പാടി, പിന്നെ അനുബന്ധമായിട്ട് സരളി വരിസകൾ, മധ്യസ്ഥായ വരിസകൾ, അങ്ങനെ അതിന് കൃത്യമായൊരു പ്ലാൻ, ഒരു പദ്ധതിയുണ്ട്. ഈ പ്ലാനും ഈ പദ്ധതിയും കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആളുടെ പേരാണ് പുരന്ദരദാസർ. അദ്ദേഹമാണ് കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടാൻ കാരണം അദ്ദേഹം ഇത് ചിട്ടപ്പെടുത്തിയത് കൊണ്ടാണ്. അദ്ദേഹത്തെ പോലെ അല്ല, അതിനേക്കാൾ മഹാന്മാരായ ഒരുപാട് സംഗീതം നമ്മുടെ ആൾക്കാരുണ്ട്. ഏതാ? ത്യാഗരാജ സ്വാമികള്, മുത്തുസ്വാമി ദീക്ഷിതര്, ശ്യാമശാസ്ത്രികള്, അങ്ങനെ ഒരുപാട് വലിയ 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 ലെജൻഡറി ആയിട്ടുള്ള കമ്പോസേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പിതാവ് എന്ന് പറയുന്നത് പുരന്ദരദാസരെയാണ്. കാരണം ഇതാണ്, അദ്ദേഹമാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. ഇവരെല്ലാം കരുതിയ ലെസൺസിനെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയത്, കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയതാണ് പുരന്ദരദാസർ. അതുകൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ പിതാവ്. പിന്നെ കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന രാഗം, ആദ്യം പാടുന്ന രാഗം മായാ മാളവ ഗൗള രാഗം. പിന്നെ നമ്മൾ കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന താളം, ആദ്യം പാടുന്ന താളം ആദിതാളം, ആദ്യം അടിക്കുന്ന താളം ആദിതാളം. ഒരുപാട് താളങ്ങളുണ്ട്, രൂപകതാളം, ത്രിപുടതാളം, അടതാളം, ചാപ്പ് താളങ്ങൾ, അങ്ങനെ ഒരുപാട് താളങ്ങൾ, ടൈപ്പ് ഓഫ് താളങ്ങൾ നമുക്ക് ഇനി നമ്മൾ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ലെസണൊക്കെ എത്തുമ്പോൾ പഠിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ ബേസിക് ഇത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന താളം ആദിതാളമാണ്. മനസ്സിലായോ? അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ശ്രുതി സ്വരങ്ങൾ. ശ്രുതി സ്വരങ്ങൾ നമ്മൾ പാടുന്ന ശ്രുതി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവരതൊന്ന് കേൾക്കണം. നമ്മൾ പാടുന്നത് എ എന്ന് പറഞ്ഞ ശ്രുതിയിലാണ് പാടുന്നത്. എ എന്ന് ഇംഗ്ലീഷ് ലെറ്ററിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ 6 കട്ട ശ്രുതി, 6 കട്ടയ്ക്കാണ് പാടുക. അത് നിങ്ങളുടെ ശ്രുതി ബോക്സിലാണെങ്കിൽ അത് എ എന്നാണ് വരിക. അതിൻ്റെ കാരണം നമുക്ക് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിൽ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മെയില് ശ്രുതി പറഞ്ഞാൽ 1, 1.5, 2 അങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ്. ഫീമെയില് സാധാരണ 5, 5.5, 6 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഇടയ്ക്ക് നിൽക്കുന്ന ശ്രുതി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ശ്രുതി ആയിക്കോട്ടെ, കുട്ടികൾക്കും പറ്റുന്ന പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എ എന്ന് വെച്ചത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രുതിക്കനുസരിച്ച് മാറ്റിപ്പാടാം. പിന്നെ ശ്രുതിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏത് ശ്രുതിയാണ് സാർ ഉപയോഗിക്കേണ്ടത്, എനിക്ക് ഇത്ര ഏജ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ മെയിലാണ്, ഫീമെയിലാണ്, കുട്ടിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അതിനകത്തുണ്ടാവും. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണലി അത് പറഞ്ഞു തരാം. അതുകൂടാതെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായി ഞാനത് അതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്, മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ്സുകളും പ്രൈവറ്റ് ക്ലാസ്സസും ഒക്കെ എടുക്കുന്ന ആളാണ്, പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി മാക്സിമം തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ.
കാരണം ഈ ക്ലാസ് എന്ന് പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ആഴ്ചയ്ക്ക് 2 ക്ലാസ്സേ നിങ്ങൾക്ക് തരും. ഇത് ഫ്രീ ക്ലാസ് ആണ്. ഇത് ഫ്രീ ക്ലാസ് ആണെന്ന് വിചാരിച്ച് ഇതിനകത്ത് യാതൊരു വിധമായ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. പക്കയായിട്ടുള്ള പാറ്റേൺ ക്ലാസ് ആയിരിക്കും. ഇത് പറഞ്ഞല്ലോ, ഇത് പഠിക്കാൻ ഇതുവരെ സാധിക്കാത്തവർക്കും അതിന് സാഹചര്യം ഇല്ലാത്തവർക്കും വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ക്ലാസ്. അപ്പം നിങ്ങൾ കാണുന്നവരും അറിയുന്നവരും അങ്ങനെ ഒരു സഹായം ചെയ്യുക. മറ്റുള്ളവരുടെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സപ്തസ്വരങ്ങൾ 1-ാം കാലം ഒരടിക്ക് ഒരു സ്വരം. താളത്തിന്റെ ഓരോ ബീറ്റിലും ഓരോ സ്വരങ്ങൾ പാടുന്ന മെത്തേഡാണ് 1-ാം കാലം. അതൊന്നുകൂടെ പാടി കാണിക്കാം. നിങ്ങളത് അതുപോലെ തന്നെ പാടി ഫോളോ ചെയ്തതാണ്. ഓക്കെ, സാ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഒന്നും കൂടി പാടാം. സാ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇതുപോലെ തന്നെ നിങ്ങൾ പാടുക. ശ്രദ്ധിച്ചോണം, നമ്മുടെ ആദ്യത്തെ ലെസണാണ് ഇത്. നല്ലപോലെ ഇതാണ് നമ്മുടെ എല്ലാ കാലത്തെയും ബേസ്. നല്ലപോലെ ആ ട്യൂണ് സ്വരസ്ഥാനങ്ങൾ പാടി ഉറപ്പിക്കുക. അതുപോലെ താളമടിച്ച് ഓരോ സ്വരങ്ങൾ, ആ താളത്തിൻ്റെ കൂടെ ഓരോ സ്വരങ്ങൾ കൃത്യമായിട്ടുള്ള ഗ്യാപ്പായിരിക്കണം ഓരോ സ്വരങ്ങൾക്കിടയ്ക്ക്, ആരോഹണത്തിലും അതുപോലെ അവരോഹണത്തിലും. അപ്പോൾ നിങ്ങളുടെ ശ്രുതി ആവശ്യമുള്ളവർ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡ്രോയിഡ് തമ്പുര അല്ലെങ്കിൽ തൻപുര ഡ്രോയിഡ്, തമ്പുരു ഡ്രോയിഡ് എന്നടിച്ചു കഴിഞ്ഞാൽ കുറേ തമ്പുരു, ഈ നമ്മളിങ്ങനെ മുകളിലേക്ക് വെച്ച് മീട്ടുന്ന സാധനമുണ്ടല്ലോ തമ്പുരു, ഇതിനൊക്കെ പാടില്ലേ കച്ചേരിക്ക് തമ്പുരു, അതിൻ്റെ അത് നമ്മളിപ്പോൾ മൊബൈൽ ആപ്പുണ്ട്. അതിലേതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ എന്ന് പറഞ്ഞ ആ ഒരു നോട്ട് കൊണ്ടുവന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞ ആ ടോണ് വരും. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതൊരു മെഡിറ്റേഷൻ കൂടിയാണ്, അതുകൂടെ ശ്രദ്ധിച്ചോണം. രാവിലെ നേരത്തേക്കാണ് നിങ്ങൾ പാടുന്നെങ്കിൽ ഈ ശ്രുതി ഓൺ ചെയ്തിട്ട് ഒരു മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒരു മെഡിറ്റേഷൻ പോലെ ശ്രുതി മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന്, അപ്പം അത് എല്ലാവർക്കും ഗുണകരമായൊരു കാര്യമാണ്. സംഗീതമാണ്, ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്, ആനന്ദം തരുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരിക്കലും അപകടം ചെയ്യില്ല ഒരാൾക്കും. ഇന്നുവരെ അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല, ഒരു പഠനങ്ങളുമില്ല. ഗുണം മാത്രം, പോസിറ്റീവ് സൈഡ് മാത്രമുള്ള ഒരു കാര്യമാണ് സംഗീതം. അതുകൊണ്ട് അതെല്ലാവരും മാക്സിമം കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യുക വേണം. ബാക്കി അപ്പോൾ നമ്മൾ ഈ 3 ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബാക്കി നമുക്ക് അടുത്ത കാര്യങ്ങൾ, 2-ാം കാലം മറ്റു കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ.